ഇനി എന്താണ് MDMA? മെഥിലീൻ ഡയോക്സി മെഥാംഫെറ്റമിൻ. ഇതൊരു സിന്തറ്റിക് കോമ്പൗണ്ടാണ്. MDMA പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മളിപ്പോൾ ധാരാളമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. 1914 ആദ്യമായി വിശപ്പ് കുറയ്ക്കാനുള്ള ഒരു മരുന്നായി കണ്ടുപിടിച്ച ഈ സാധനം 1970കളിൽ ഒരു സൈക്കോ തെറാപ്യൂട്ടിക് ഏജന്റായി യൂസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് ഇതിൻ്റെ ദുരുപയോഗ സാധ്യതകൾ മനസ്സിലായതിനാൽ ഗവൺമെന്റുകൾ ഇതിൻ്റെ ഉപയോഗത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉടൻ തന്നെ കൊണ്ടുവരികയാണ് ഉണ്ടായത്. MDMA വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു മരുന്നാണ്, പ്രത്യേകിച്ച് പാർട്ടികളിലും ഡാൻസ് ക്ലബ്ബുകളിലും മറ്റും. യൂഫോറിയ എന്ന് വെച്ചാൽ അത്യധികമായ ഒരു ആനന്ദവും ഉന്മാദവും സന്തോഷവും അനുഭവപ്പെടുന്ന ഒരവസ്ഥ. കൂടുതൽ ഇൻറ്റിമസി അഥവാ അടുപ്പം തോന്നുകയും ഉത്തേജനം അനുഭവപ്പെടുകയും ചെയ്യുക, നിയന്ത്രണമില്ലാത്ത ഡിസ്ഇൻഹിബിറ്റഡ് ബിഹേവിയർ ഉണ്ടാവുക എന്നിവ ഇതിൻ്റെ ഉപയോഗഫലമായി സംഭവിക്കും. ചെറുപ്പക്കാരിൽ MDMAയുടെ ഉപയോഗം താരതമ്യേന കൂടിയിരിക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ഉപയോഗം സേഫാണ് എന്നുള്ള ഒരു തെറ്റായ ധാരണയാണ്. ഇത് അത്യന്തം അപകടകരമായ ഒരു മരുന്നാണ്, മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ ഒന്ന്.